ലെച്ചൂസ് ലെച്ചു ലെച്ചൂസേ ലച്ചു നേരത്തെ എന്റെ അടുത്ത് അവിടെ വെച്ചിട്ടേ ലിപ്സ്റ്റിക് എന്നോ നവീനാന്നോ എന്തൊക്കെയോ പറഞ്ഞില്ലായിരുന്നോ? എനിക്കൊന്നും മനസ്സിലായില്ല. മനസ്സിലായില്ല? ഇല്ല, മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ഉപദ്രവിക്കരുത്. ഞാനൊരു പെണ്ണാ. ലിപ്സ്റ്റിക് കണ്ട എനിക്ക് മനസ്സിലാവും. ഇനി അത് ലിപ്സ്റ്റിക് അല്ല വേറെ എന്തെങ്കിലും സാധനന്നൊക്കെ പറഞ്ഞ് എന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നോക്കിയ ലിപ്സ്റ്റിക് എവിടെ ഞാൻ കണ്ടിട്ടില്ല. കാണിച്ചതാ എന്റെ ഷർട്ടല്ലേ? ലിപ്സ്റ്റിക്കാ? ഇടി, ഇത് നിന്റെ ലിപ്സ്റ്റിക് ആയിരിക്കും. ഇതുകൊണ്ട് തലയ്ക്കൊന്നും തന്നാണ്ടല്ലോ, കെട്ടിയോനാന്ന് ഞാൻ നോക്കൂല. ഇതെനിക്ക് എവിടെ നിന്ന് പറ്റിയത് അറിയത്തില്ലെന്ന്. എനിക്കറിയില്ല. ശബ്ദം താഴ്ത്തി സംസാരിച്ചോളാം. എനിക്ക് സത്യമായിട്ട് ഇത് അറിയത്തില്ല എവിടെ നിന്ന് പറ്റിയെന്നുള്ള കാര്യം. അഭ്യാസം ഇറക്കണോ നീ? എനിക്കറിയില്ല. സിദ്ധു, നിനക്കൊരു വിചാരമുണ്ട് നീ വലിയ സുന്ദരനാണെന്നും മാന്യനാണെന്നൊക്കെ. പിന്നെ എന്റെ ലച്ചൂസ് പറ, ഞാൻ സുന്ദരനാണോ അതോ മാന്യനാണോ? സുന്ദരൻ മോന്തടിച്ച് ഷേപ്പ് വാറ്റി ഞാൻ. നല്ല പ്രശ്നം കേട്ടാ. സിദ്ധുവിന്റെ കാര്യത്തിൽ ഇന്ന് തീരുമാനമാവും. സിദ്ധു മര്യാദക്ക് സത്യം പറഞ്ഞു, എന്റെ കൺട്രോള് പോയിരിക്കുക. എങ്കിൽ പിന്നെ ആ സത്യം പറയാല്ലേ. ഒരു ദുർബല നിമിഷത്തിലെ അതങ്ങ് സംഭവിച്ചു. പക്ഷെ എന്റെ മനസ്സിൽ ലച്ചൂസ് മാത്രമേ ഉള്ളൂ. സിദ്ധു, സോറി, ഒരു തെറ്റ് പറ്റിപ്പോ എന്നെ ഉപേക്ഷിക്കും പ്ലീസ്. ഞാൻ തമാശ പറഞ്ഞതാ. എനിക്ക് ലിപ്സ്റ്റിക് എവിടെ അറിയത്തില്ല. ഭ്രാന്ത് കാണിക്കല്ലേ. എനിക്ക് അറിയത്തില്ല. ചേച്ചി വാ. അമ്മായി, അമ്മയുടെ ഫോണിയാ. എന്തിന്? താന്ന്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടാ, സിദ്ധു ശരിക്കും വല്ല തെറ്റ് ചെയ്തിട്ടുണ്ടോ? പോയാണ് അമ്മായിയോടന്ന്. അമ്മായ ഫോണിതാ. എന്തിന്? ഇവിടെ സീരിയസ് കാര്യം നടക്കുന്നു. വല്ല ഗെയിം കളിക്കാനെന്നും പറഞ്ഞു എടുത്ത് ഞാൻ തൂക്കിയെടുത്ത് അപ്പുറത്തെ വിളയിലിടുന്നില്ല. പിന്നെ വേറൊരു കാര്യത്തിന് നിന്റെ ഫോൺ റിങ് ചെയ്യുന്നു. ഫോൺ എടുക്കും. ആരാണെങ്കിലും മര്യാദയ്ക്ക് സംസാരിക്കും. ശരിയാക്കി തരാനോ നിന്നെ? അമ്മായി അല്ലേ ചേച്ചി? ഞാനാ. അതെ, അളിയനൊന്നും പറയണ്ട ചേച്ചി. അളിയൻ നിരപരാധിയാ. അളിയന്റെ ഷർട്ടിൽ കണ്ട ലിപ്സ്റ്റിക്ക് ഞാൻ തേച്ചു വെച്ചതാ. ചേച്ചി, എനിക്ക് ബോറടിച്ചപ്പോ ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് കളിച്ചതാ. അപ്പൊ ചേച്ചി പാറൂന്ന് വിളിച്ചോണ്ട് വന്നു. അപ്പൊ ഞാൻ പേടിച്ചു പോയി. അപ്പൊ ഞാൻ തുടച്ചതേ അളിയന്റെ ഷർട്ടിലായി പോയി. ഓഹോ, ചേച്ചിയുടെ പൊന്നുമക്കളെ അവിടെ തന്നെ നിക്കണേ. ചേച്ചി ഇപ്പൊ വരാം കേട്ടോ. അയ്യോ ശരി ചേച്ചി. അമ്മ ഇതൊന്നും ഇടിച്ചേ. എന്ത് പറഞ്ഞ? എന്ത്? ഒന്നുമില്ല, ഞാൻ ഈ നാട് വിടുവാണേ. ഒരബദ്ധം പറ്റിയതാ. ആർക്ക്? പാറൂന്.
ലിപ്സ്റ്റിക്ക് അവള് മുറി കയറി ലിപ്സ്റ്റിക് ഇട്ടോണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് പാവാന്നും പറഞ്ഞ് വിളിച്ചോണ്ട് ഇങ്ങോട്ട് കയറി വന്നതേ. അപ്പൊ അവള് പെട്ടെന്ന് അത് മറയ്ക്കാൻ വേണ്ടിട്ട് നിന്റെ ഷർട്ടിൽ തേച്ച് വെച്ചിട്ട് ഓടിയതാ. അപ്പൊ അതിനാണ് ഞാൻ ഇത്രയും കിടന്ന് അനുഭവിച്ചതല്ലേ? ഇങ്ങോട്ട് ബാ. ലെച്ചൂസിന് വന്നേ. വേണ്ടെന്നേ. ചക്കര ഞാൻ ഉമ്മാരാന്ന്. വാ. ഇപ്പൊ വേണ്ട, പിന്നെ മതി. എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് വരാം. വരാന്നേ. വേണ്ടെന്നേ. വരാന്നേ. ലെച്ചൂസിന് സ്വന്തം ലിപ്സ്റ്റിക് കണ്ടാൽ പോലും തിരിച്ചറിയാനുള്ള ബോധമില്ല. ഇല്ല, അത് ബോധമില്ലായ്മയുടെ കുഴപ്പമല്ല. സ്വന്തം കെട്ടിയവന്റെ ഷർട്ടിൽ ലിപ്സ്റ്റിക് കണ്ടാലേ ഏതൊരു ഭാര്യയും അത് വേറെ ഏതൊരു പെണ്ണിന്റെ ലിപ്സ്റ്റിക് ആണെന്ന് ചിന്തിക്കുള്ളൂ. അങ്ങനെ ഞാനും ചിന്തിച്ചോളൂ. സോറി.